ഹലോ ഫൈറ്റേഴ്സ്, ഞാൻ ഡോക്ടർ ജോബിനസ് കൊട്ടാരം, അബ്സല്യൂട്ട് IAS അക്കാഡമിയുടെ ഡയറക്ടറാണ്. വളരെ ആവേശത്തോടും പ്രതീക്ഷയോടും കൂടി ആദ്യത്തെ പ്രിലിമിനറി എക്സാം എഴുതാൻ പോകുന്ന നിരവധി ആസ്പിരൻസ് ഉണ്ട്. അവർ വിജയിക്കും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കും. എന്നാൽ ഏതെങ്കിലും കാരണത്താൽ അവർക്ക് ആ പ്രിലിമിനറി പരീക്ഷ വിജയിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ നിരാശയിലേക്ക് പോകുന്ന ധാരാളം ആളുകളെ കാണാറുണ്ട്. ഒന്നോ രണ്ടോ പ്രിലിംസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2-3 പ്രിലിംസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുമോ, സിവിൽ സർവീസ് വിജയിക്കുവാൻ എനിക്ക് സാധിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലരുടെയും മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. നമ്മളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ വേണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു വട്ടം പ്രിലിമിനറി എഴുതി കിട്ടിയില്ല, 2 വട്ടം പ്രിലിമിനറി എഴുതി കിട്ടിയില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഇൻട്രോസ്പെക്ഷന് വിധേയരാകുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് നമുക്ക് സംഭവിച്ച പാളിച്ച എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ചില ആളുകൾക്ക് CSAT പേപ്പറിനായിരിക്കും മാർക്ക് കുറഞ്ഞത്, ചിലർക്ക് GS പേപ്പറിലായിരിക്കും മാർക്ക് കുറഞ്ഞത്. അപ്പോൾ ഒരു ആൻസർ കീ വെച്ച് നമ്മളുടെ പെർഫോമൻസ് കൃത്യമായിട്ടും വിലയിരുത്തി പുതിയ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത്, ടൈം കൃത്യമായി അലോക്കേറ്റ് ചെയ്ത് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയാണ് വേണ്ടത്. ഒരുപക്ഷെ നിങ്ങൾ ആദ്യത്തെ പ്രിലിമിനെ നേരിടുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വിഷയവും പഠിക്കുവാനുള്ള ഒരു സമയം കിട്ടിയെന്ന് വരില്ല. എല്ലാം ഹറിബറിയിലായിരിക്കും പഠിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിലിമിൽ പരാജയം സംഭവിച്ചു എങ്കിൽ അടുത്ത ഒരു വർഷം വളരെ സിസ്റ്റമാറ്റിക്കായി ടൈം ടേബിൾ തീർക്കുന്നതിനും ഒപ്പം പാരലൽ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്നതിനും സമയം കണ്ടെത്തേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാക്സിമം MCQs, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഒപ്പം മെയിൻസിൻ്റെ ആൻസർ റൈറ്റിങ്ങും പാരലലിൽ കൊണ്ടുപോകണം, ഓപ്ഷണലിൻ്റെ ആൻസർ റൈറ്റിങ്ങും പാരലലിൽ കൊണ്ടുപോകണം. അപ്പോൾ ഇതെല്ലാം സൈമിൾട്ടേനിയസ്ലി കൊണ്ടുപോയി ഒരു ബാലൻസ്ഡ് അപ്രോച്ചിലേക്ക് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത എക്സാം വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്റ്റാറ്റിക് പോർഷൻസ് മാത്രം നോക്കാതെ ഡൈനാമിക് പോർഷനിൽ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരുന്ന കറണ്ട് അഫയേഴ്സിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ഒപ്പം നിങ്ങളുടെ ആൻസേഴ്സ് ഒരു മെൻറ്ററെ കാണിച്ച് ഇവാലുവേറ്റ് ചെയ്യുക. ടോപ്പേഴ്സിൻ്റെയൊക്കെ ആൻസേഴ്സ് ഇന്ന് നിങ്ങൾക്ക് ധാരാളം വെബ്സൈറ്റുകളിലും മറ്റും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി എടുത്ത് നിങ്ങളുടെ ആൻസർ ആ ഒരു നിലവാരത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. പലപ്പോഴും ഒരു എക്സാമിൽ പരാജയപ്പെടുമ്പോൾ, പ്രിലിംസിലാവട്ടെ മെയിൻസിലാവട്ടെ ഇൻ്റർവ്യൂ ഘട്ടം വരെ എത്തിയിട്ട് പരാജയപ്പെടുന്ന വ്യക്തികളാണ് എങ്കിൽ പോലും അവരുടെ പരാജയത്തിന് അവർ 100 കാരണങ്ങൾ നിരത്തും. അങ്ങനെ കാരണങ്ങൾ നിരത്താൻ പോകാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ കൃത്യമായിട്ടും ചിന്തിക്കുക. അങ്ങനെ നിങ്ങൾക്ക് പാളിച്ചകൾ പറ്റിയത് കൃത്യമായിട്ടും തിരിച്ചറിഞ്ഞ് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി മുൻപോട്ടേക്ക് പോയാൽ അടുത്ത പ്രിലിംസ് മെയിൻസ് ഒക്കെ പാസ്സായി നിങ്ങൾ ഇൻ്റർവ്യൂവിനെ നേരിടുകയും മികച്ച വിജയം സ്വന്തമാക്കുകയും ചെയ്യും. ഈ ഘട്ടത്തിലൊക്കെ ഒരു മെൻറ്ററുടെ സപ്പോർട്ട് നിങ്ങൾക്ക് വളരെ വളരെ ആവശ്യമാണ്. ഒപ്പം നിങ്ങൾ ഇരുന്ന് പഠിക്കുന്ന രീതി ശരിയല്ല എങ്കിൽ ഒരു റീഡിംഗ് റൂം എടുത്ത് ആ സൗകര്യത്തിലിരുന്ന് പഠിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കുക. അബ്സല്യൂട്ട് IAS അക്കാഡമിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന റീഡിംഗ് റൂം നമുക്ക് തിരുവനന്തപുരത്തുണ്ട്. കൊച്ചി അക്കാഡമിയിലും നമുക്ക് റീഡിംഗ് റൂം ഫെസിലിറ്റി ഉണ്ട്. നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, പുറത്തുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഫെസിലിറ്റീസ് ഇന്ന് എല്ലായിടത്തും അവൈലബിൾ ആണ്. ആ സാധ്യതകളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. 2, ടൈം ടേബിൾ അനുസരിച്ച് മാത്രമേ മുൻപോട്ടേക്ക് പോകാവുള്ളൂ. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണ് എങ്കിൽ ഉറപ്പായും അടുത്ത തവണ വിജയം നിങ്ങൾക്കൊപ്പമുണ്ടാകും. വിജയാശംസകൾ.